പണപ്പെട്ടി മണി ബോക്സ് ബിഗ് ബോസ് വീടിനകത്ത് വെച്ചോ അതോ ഇല്ലേ? ട്വിസ്റ്റ് ഉണ്ടോ? നോറ പണപ്പെട്ടി തൂക്കുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ബ്രേക്കിംഗ് അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ പണപ്പെട്ടി വെച്ചോ എന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പണപ്പെട്ടി ആയിരിക്കും ഈ ആഴ്ച. ഞാനും കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു പണപ്പെട്ടിയാണ് ഈ ആഴ്ച വരാൻ സാധ്യത കൂടുതൽ. കാരണം ഈ പറഞ്ഞ പോലെ ഈ ആഴ്ച കണ്ടന്റ് ഒന്നുമില്ല. കഴിഞ്ഞ ഇയർ ആണെങ്കിൽ ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിട്ടായിരുന്നു ഫാമിലി എൻട്രി. അപ്പോൾ അതുകൊണ്ട് പണപ്പെട്ടി ആയിരിക്കും ഈ ആഴ്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അറിയുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ നിമിഷം വരെയും പണപ്പെട്ടി അവിടെ വെച്ചിട്ടില്ല. പണപ്പെട്ടി ബിഗ് ബോസ് വീട്ടിൽ ഇതുവരെയും വെച്ചിട്ടില്ലെന്ന് അറിയുന്നു. ഇനി വേണമെങ്കിൽ വെക്കാം. ഇതുവരെയും വെച്ചിട്ടില്ല. എന്താണ് പ്ലാനുകളെന്ന് അറിയത്തില്ല. പക്ഷേ പണപ്പെട്ടിയിലൊരു ട്വിസ്റ്റ് വരാൻ സാധ്യത ഉണ്ട്. അത് നമുക്ക് നോക്കാം. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പണപ്പെട്ടിയിലൊരു ട്വിസ്റ്റ് വരാൻ സാധ്യത ഉണ്ട്. ഇതുവരെയും എന്തായാലും പണപ്പെട്ടി വെച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. ഈ വീക്ക് തന്നെ വെക്കുമായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ ആഴ്ച എന്ത് കണ്ടന്റ് കൊണ്ടുപോകും? നമ്മുടെ സീസൺ 4 ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിട്ട് സെയിം ഇതുപോലെയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ആൾമാറാട്ടം ടാസ്ക് കൊണ്ട് കൊടുത്തത്. സീസൺ 5 ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിട്ട് ഫാമിലി വീക്കായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന പണപ്പെട്ടിയെല്ലാം വന്നത്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് പണപ്പെട്ടി വെക്കാം. അത് വേറൊരു കാര്യം. ഫിനാലെ വീക്കിൽ വെക്കാം, ഫിനാലയുടെ തലേന്ന് വെക്കാം, കണ്ടസ്റ്റൻസ് റീ എൻട്രി ചെയ്യുമ്പോൾ വെക്കാം, പഴയ ആൾക്കാർ റീയൂണിറ്റിന് വരുമ്പോൾ അവർക്ക് അപ്പം വെക്കാം. എപ്പോൾ വേണമെങ്കിലും അവർക്ക് വെക്കാം. നോ പ്രോബ്ലം വിൽ ബി ദെയർ. ബട്ട് ഈ ആഴ്ച വരാനാണ് സാധ്യത കൂടുതൽ. കാരണം ഈ പറഞ്ഞ പോലെ ഒന്നാമത് നമ്മുടെ സീസണിൻ്റെ കാര്യം എന്താണ് നമുക്കറിയാം, വളരെ ഡൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പണപ്പെട്ടി എങ്കിലും വെച്ച് കഴിഞ്ഞ്, കാരണം അടുത്ത ആഴ്ച സൂപ്പർ കണ്ടന്റ് ആയിരിക്കും. കാരണം 8-ാം തീയതി മുതൽക്ക് കണ്ടസ്റ്റൻസ് വീട്ടിൽ കയറുവാണ്. കണ്ടസ്റ്റൻസ് ചെന്നൈയിലെത്തി 9-ാം തീയതി വീട്ടിൽ കയറുവാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഫുൾ ഞെരുങ്ങി കണ്ടസ്റ്റൻസ് ആയിരിക്കും. 25 പേര്. അതിനകത്ത് റോക്കിയും സിബിനും വരത്തില്ല. ബാക്കി 23 പേര് ആ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല അടാറ് കണ്ടന്റ് ആയിരിക്കും ഒരാഴ്ച. അപ്പോൾ അവർക്ക് ആ ഒരു വീക്ക് കണ്ടന്റിൻ്റെ കാര്യം ആലോചിച്ച് പേടിക്കുകയേ വേണ്ട. പിന്നെ ഈ ആഴ്ച വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുവരെയും വെച്ചിട്ടില്ല. വെച്ച് കഴിഞ്ഞാൽ നോറ പണപ്പെട്ടി തൂക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സായി 10 ലക്ഷത്തിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ തൂക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇന്നലെ നന്ദനയോട് സംസാരിച്ച സമയത്ത് ഈ പറയുന്ന പോലെ നിനക്ക് വേണ്ടി ഞാൻ പണപ്പെട്ടി തൂക്കാം എന്നൊരു അർത്ഥം അതിനുണ്ട്. കാരണം വളരെ ചെറുതായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ മൈക്കിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കേൾക്കാനൊന്നും വയ്യായിരുന്നു എപ്പിസോഡ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉള്ളത് കൊണ്ടും നോറ സീക്രട്ട് റൂമിലായതുകൊണ്ടും അവിടെ നിന്ന് തിരിച്ച് വരുന്നത് കൊണ്ടും ഒക്കെ നോറയ്ക്കും സായിക്കും പണപ്പെട്ടി എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. നോക്കാം. അടുത്ത അപ്ഡേറ്റുകളായിട്ട് വരാൻ. എന്തായാലും ഇതുവരെയും പണപ്പെട്ടി വെച്ചില്ല എന്നറിയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇനി വെക്കുവാണെങ്കിൽ നമുക്ക് നാളത്തെ ലൈവിൽ കാണാം. അല്ലെങ്കിൽ ഞാൻ അറിയുവാണെങ്കിൽ ഒന്ന് നിങ്ങളെ അറിയിക്കാം. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.